പ്രിയയുടെ പ്രേക്ഷകർ, ഇപ്പോൾ പാർലമെന്റിന് പുറത്ത് കോൺഗ്രസ് എംപിമാരുടെ പ്രതിഷേധം ഉണ്ടായിരുന്നു. ഈ പ്രതിഷേധത്തിനിടെ കേന്ദ്രമന്ത്രിയുമായി കൊമ്പുകോർത്ത് രാഹുൽ ഗാന്ധി. പഞ്ചാബിൽ നിന്നുള്ള കേന്ദ്ര സഹമന്ത്രി രൺവീർ സിംഗ് ബിട്ടു പ്രതിഷേധക്കാർക്ക് അരികിലൂടെ നടന്നു പോകുമ്പോൾ ഇതാ ഒരു ചതിയൻ കടന്നു പോകുന്നു എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി മന്ത്രിയെ പ്രകോപിപ്പിച്ചു. ഷേക്ക് ഹാൻഡ് നൽകാൻ രാഹുൽ കൈനീട്ടി പരിഹസിച്ചപ്പോൾ രാജ്യത്തിന്റെ ശത്രുക്കൾ എന്ന് പറഞ്ഞ് കേന്ദ്ര സഹമന്ത്രി രൺവീർ സിംഗ് ബിട്ടു തിരിച്ചടിച്ചു. जंग जीत के आए। The thing is, here is a traitor walking right by. Take a look at the face. That's what it looks like. Hello, brother. Sir, thoda. My traitor friend. Surrender. Don't worry, you'll come back. Surrender. Yes, രാഹുലിന്റെ പരാമർശം ബി.ജെ.പി. ആയുധമാക്കുകയാണ്. പഞ്ചാബിൽ രാഹുൽ ഗാന്ധിയുടെ പരാമർശം സിഖ് വിരുദ്ധമെന്ന് ആരോപിച്ച് കോലം കത്തിച്ച് പ്രതിഷേധിച്ചു. രുജേശ്വർ രവീന്ദ്രൻ ചേരുന്നു വിവരങ്ങളുമായിട്ട്. രുജേശ്വർ രവീന്ദ്രൻ, ഇത് എനിക്ക് തോന്നുന്നു ബിട്ടു ആദ്യം ബിട്ടു ആണ് ഒരു പ്രകോപനം ഇട്ടത്. എനിക്ക് കറക്റ്റ് വേർഡ് ഓർമ്മയില്ല, സമരം ചെയ്ത് തളർന്നിരിക്കുകയാണെന്നോ അങ്ങനെ എന്തോ ഈ എംപിമാരോട് ചോദിക്കുന്നുണ്ടെന്ന് തോന്നല്ലേ? അപ്പോഴല്ലേ രാഹുൽ ഗാന്ധി തിരിച്ചടിക്കുന്നത്? തീർച്ചയായും അത് തന്നെയാണ്. കേന്ദ്രമന്ത്രി നടന്നു പോകുമ്പോൾ അദ്ദേഹം സംസാരിച്ചു. അതിനിടയിൽ ഈ പരാമർശം ഒരുപക്ഷെ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് സാധാരണഗതിയിൽ ഈ പാർലമെന്റിൽ ഏതെങ്കിലും തരത്തിൽ ബി.ജെ.പി. ഒരു സമ്മർദ്ദത്തിലാകുന്ന ഘട്ടത്തിൽ രാഹുൽ ഗാന്ധിയെ ലക്ഷ്യമിട്ട് ഒരു പ്രതിഷേധം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. ഇതിന് രാഹുൽ ഗാന്ധി ഒരുപക്ഷെ അതിന് ഒരു വഴി വീണ്ടും തുറന്നു കൊടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്തരത്തിൽ ഒരു പരാമർശം നടത്തി അങ്ങ് പോകുന്നതിന് പകരം ട്രൈറ്റർ എന്ന് വിളിച്ചത്, രാഹുൽ ഗാന്ധി ട്രൈറ്റർ എന്ന് വിളിക്കാനുള്ള ഒരു കാരണം 2024 വരെ ബിട്ടു കോൺഗ്രസിലായിരുന്നു. അതിനുശേഷം തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് ബി.ജെ.പിയിലേക്ക് ചേർന്നത്. ആ അർത്ഥത്തിലാണ് ഒരു ചതിയൻ എന്ന അർത്ഥത്തിലാണ് ആ വിളി വന്നത്. പക്ഷേ തിരിച്ച് ദേശദ്രോഹി എന്ന തരത്തിലാണ് ബിട്ടുവിന്റെ പരാമർശം വന്നത്. പക്ഷേ ഈ രാഹുൽ ഗാന്ധി വിളിച്ച ഈ പരാമർശത്തെ സിഖ് വിരുദ്ധം എന്ന തരത്തിലേക്ക് ബി.ജെ.പി. അത് രാജ്യവ്യാപകമായ തന്നെ ഒരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ്. എന്തായാലും പഞ്ചാബിൽ അത് ഉയർത്തിക്കൊണ്ട് രാഹുലിന്റെ കോലം കത്തിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി. കാരണം ബിട്ടുവിന്റെ മുത്തച്ഛൻ നേരത്തെ പഞ്ചാബിന്റെ മുഖ്യമന്ത്രിയായിരുന്നു ബീൻ സിംഗ്. അദ്ദേഹം ഇതിന് ഭാഗമായി ഈ തീവ്രവാദത്തിനെതിരെയൊക്കെ നിലപാടെടുത്ത ഒരാളാണ്. ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ആളാണ്. ആ അർത്ഥത്തിൽ വലിയ തരത്തിൽ ഇത് ദേശദ്രോഹപരമായ കാര്യങ്ങൾക്ക് എതിരെ നിലപാടെടുത്ത ഒരു കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരു നേതാവാണ്. ഇത്തരത്തിൽ എതിരാളികളോട് സംസാരിക്കേണ്ടത് ഈ രീതിയിലല്ല എന്നതൊക്കെ പറഞ്ഞ് എല്ലാ ബി.ജെ.പി. നേതാക്കളും തന്നെ ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ വിമർശനം ഉന്നയിച്ച് രംഗത്ത് വരുന്നതാണ് കാണുന്നത്. എന്തായാലും പ്രതിഷേധം നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വലിയ തരത്തിൽ കൊണ്ടുപോകാനാണ് ഒരു ശ്രമം. നേരത്തെ നമുക്കറിയാം, ഇന്ത്യ US കരാറുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ തരത്തിൽ സമ്മർദ്ദത്തിലേക്ക്, ഭരണപക്ഷത്തെ സമ്മർദ്ദത്തിലാക്കുന്ന തരത്തിൽ വലിയ പ്രതിഷേധം ഒരു ഭാഗത്ത് ഉയർന്നു വരുന്ന ഒരു വേളയിലാണ് ഇത്തരത്തിൽ രാഹുൽ ഗാന്ധിയെ ലക്ഷ്യമിട്ട്. രാഹുൽ ഗാന്ധിയാണ് പ്രധാനമായും ഈ ഇന്ത്യ ചൈന ഭൂമി തർക്കമാകട്ടെ, അത്തരത്തിൽ ഭൂമി കയ്യേറി എന്ന വിഷയമാകട്ടെ, അല്ലെങ്കിൽ ഇന്ത്യ അമേരിക്ക കരാറിന്റെ വിഷയമാകട്ടെ, ഇതൊക്കെ പാർലമെന്റിൽ ഉന്നയിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് ആയി ഏറ്റവും മുന്നിൽ പന്തിയിൽ നിൽക്കുന്നത് രാഹുൽ ഗാന്ധിയാണ്. ആ രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു വിഷയം ഇപ്പോൾ ബി.ജെ.പിക്ക് കിട്ടിയിരിക്കുന്നു. അത് ആ തരത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ബി.ജെ.പി. ഓക്കെ, രുജേശ്വർ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.